തിരുനെല്ലി അപ്പപ്പാറയിലെ പ്രവീണയുടെ കൊലപാതകത്തിൽ പ്രതി പിടിയിലായി. 9 വയസ്സുകാരി മകളെയും പ്രതി ദിലീഷിന്റെ കൂടെ കണ്ടെത്തി. അടുത്ത തോട്ടത്തിലാണ് ഇവരെ കണ്ടെത്തിയത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, എപ്പോഴാണ് ഈ പ്രതി പിടിക്കപ്പെട്ടത്? ഈ കുട്ടി പ്രതിയോടൊപ്പമാണോ ഉണ്ടായിരുന്നത്? അല്പസമയം മുമ്പാണ് SKN ഇവരെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പ്രതിയെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അഭിനയെയും പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായ സമയം, ഉചിതമായ രീതിയിലുള്ള സന്ദർഭത്തിൽ പോലീസ് അത് തെരച്ചിൽ നടത്തി. ആ തെരച്ചിലാണ് ഇപ്പോൾ ഇവരെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇവരെ ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. ഈ കുട്ടിയുടെ ദൃശ്യവും കുട്ടിയും ഒപ്പം തന്നെ ഇയാളും, അതായത് ഈ ദിലീഷും ഈ കൃത്യം നിർവഹിച്ച ശേഷം ഈ കുട്ടിയുമായി ഇയാൾ സമീപത്തെ തോട്ടത്തിലേക്കാണ് പോയത്. ആ തോട്ടത്തിൽ നിന്നാണ് പോലീസ് സംഘം ഇവരെ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ പോലീസ് സംഘം വലിയ രീതിയിലുള്ള തെരച്ചിലാണ് നടത്തിയിരുന്നത്. ആ തെരച്ചിലിനൊടുവിലാണ് ഇത്തരത്തിൽ അവരെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ആ ദൃശ്യത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ കുട്ടിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളില്ല, അയാൾക്കും അതായത് കൃത്യം നിർവഹിച്ച ദിലീഷിനും ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രവീണയെ കൊലപ്പെടുത്തിയ ശേഷം ഇതിനുശേഷമാണ് ഇവർ അവിടെ നിന്നും മാറിയത്. ഈ കുട്ടിയുടെ ചെവിക്ക് പരിക്കേറ്റ ഒരു നിലയിൽ മറ്റൊരു കുട്ടിയെ, അനർഘ എന്ന് പറയുന്ന മറ്റൊരു കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ഇളയ കുട്ടിയുമായാണ് ഇയാൾ കടന്നു കളഞ്ഞത്. ആ കുട്ടി ആരോഗ്യപരമായി മറ്റ് പ്രശ്നങ്ങൾ പ്രത്യക്ഷത്തിലില്ല. കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. എന്തായാലും ആ ദൃശ്യത്തിൽ തന്നെ ഉണ്ട്. അത് പോലീസ് ഉടനടി പിടികൂടി. ആ പിടികൂടിയ ശേഷം ഇയാളെ ഇവിടേക്ക് റോട്ടിലേക്ക് എത്തിച്ചു. സമീപത്ത് തോട്ടത്തിൽ നിന്നാണ് പിടിച്ചെടുത്തത്. ആ പിടിച്ചെടുത്ത ശേഷമാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഇവിടെ നിന്നും മാറ്റുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയാക്കും. അതായത് ഈ കൃത്യം നിർവഹിച്ച വീടിന്റെ ഏതാണ്ട് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഇയാൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തോട്ടത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഉണ്ടായിരുന്നത്. പ്രതിയെ കൃത്യമായ രീതിയിൽ തന്നെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ പിടികൂടിയ ശേഷം ഇപ്പോൾ മാറ്റുകയാണ് ഇവിടെ നിന്ന്. ഇന്നലെ വൈകിട്ട് 7:30 കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 7:30 കൂടി ആണ് ഈ ഒരു സംഭവം ഇവിടെ അരങ്ങേറിയത്. അതായത് ഈ തൊട്ട് താഴെയുള്ള തോട്ടത്തിലുള്ള വീട്ടിലാണ് ഇവർ കഴിഞ്ഞിരുന്നത്. ഈ മരിച്ച പ്രവീണ അതോടൊപ്പം തന്നെ കൃത്യം നടത്തിയ ദിലീഷും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. ഇവർ ഭർത്താവുമായി പിണങ്ങി കഴിയുന്ന ആളായിരുന്നു പ്രവീണ എന്നുള്ള തരത്തിലുള്ള വിവരം നാട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം പുറം ലോകവുമായി കാര്യമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ തോട്ടം കേന്ദ്രീകരിച്ച് തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവരുണ്ടായിരുന്നത്. ഇവർ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങാറില്ല, ആളുകളോട് സംസാരിക്കാറില്ല. തൊട്ട അയൽവാസിക്ക് പോലും വീട്ടിലുള്ളത് ആരെന്ന് അവരുടെ പേര് പോലും അറിയില്ല എന്നുള്ളതാണ് തൊട്ട അയൽപ്പക്കത്തുള്ള ആളുകളൊക്കെ പറയുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. രാത്രി 7:30 ഈ ഒരു അനർഘ എന്ന് പറയുന്ന പെൺകുട്ടി, അതായത് പ്രവീണയുടെ കുട്ടിയാണ്, ആ കുട്ടി നേരെ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് എത്തി. ചെവിയിൽ നിന്ന് ചോര ഒലിക്കുന്ന നിലയിലാണ് കുട്ടി ഉണ്ടായിരുന്നത്. അതിനുശേഷം നേരെ ആ കുട്ടിയാണ് പറയുന്നത് അമ്മയ്ക്ക് ഇങ്ങനെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന്. തുടർന്ന് അയൽവാസികൾ നേരെ അവിടെ പോയി നോക്കി. ആ നോക്കിയ ഘട്ടത്തിലാണ് മൃതദേഹം ഈ വീടിൻ്റെ സമീപത്തായി കിടക്കുന്നത് കണ്ടത്. ഇതിനുശേഷം പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി ഈ കാട് മൊത്തം അരിച്ചുപെറുക്കി. ഇതിനിടയിലാണ് അനിയത്തിയെ കാണാനില്ല എന്നുള്ള വിവരം ഈ പെൺകുട്ടി പങ്കുവെക്കുന്നത്. അനിയത്തിയെ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി പോലീസ് വ്യാപകമായ രീതിയിലുള്ള തെരച്ചിൽ നടത്തി. ആ തെരച്ചിലിന് ഒടുവിലാണ് ഇപ്പോൾ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പോലീസ് ഡിവൈഎസ്പി മാനന്തവാടി ഡിവൈഎസ്പി ബത്തേരി വിവിധ CIമാർ, അങ്ങനെ SMS CI ഉൾപ്പെടെയുള്ളവരുടെ വലിയ പോലീസ് സന്നാഹം, ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ, നാട്ടുകാരടക്കം ഇവിടുത്തെ വനമേഖലയാണ് തൊട്ടടുത്ത്. ആ വനമേഖലയെ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തി. ആ തെരച്ചിലൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അല്പസമയം മുമ്പ് തൊട്ടടുത്ത സമയത്താണ് ഇവിടെ നിന്നും കണ്ടെത്തി. ഇവിടെ നിന്നും നേരെ ഇവിടേക്ക് എത്തിച്ച് ഇപ്പോൾ അവരെ മാറ്റിയിരിക്കുകയാണ്. പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റും. തെളിവെടുപ്പിന് ശേഷം മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കും. ആ ഒരു നടപടി അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. എന്തായാലും പോലീസിൻ്റെയും ഒപ്പം തന്നെ നാട്ടുകാരുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും എല്ലാം തന്നെ ഉചിതമായ ഇടപെടൽ, അവർ കൃത്യമായ രീതിയിൽ തന്നെ തെരച്ചിൽ ഉൾപ്പെടെ നടത്തി. ആ തെരച്ചിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ആ നടപടി പൂർത്തിയായിരിക്കുന്നു. പിടികൂടിയ ശേഷം നേരെ കൊണ്ടുപോകുന്നത് ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി ഈ പ്രതിയായ ദിലീഷിനെ ഇവിടെ നിന്നും ഇയാളെ നേരെ മാറ്റുന്നത്
ഇവിടേക്കാണ്, അതായത് തിരുനെല്ലി സ്റ്റേഷനിലേക്കാകും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ തന്നെ അത് ശ്ലാഘിക്കേണ്ടി വരും. കാരണം ഇന്നലെ രാത്രി മുതൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. ഈ നാട്ടുകാരും പോലീസും ചേർന്നാണ് ഈ കാടും തോട്ടവും എല്ലാം തന്നെ അരിച്ചുപെറുക്കിയത്. വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള മേഖലയാണ്. ഇവിടെ കേന്ദ്രീകരിച്ച് നടത്തിയ ആ ഒരു തെരച്ചിലാണ് ഇത്തരത്തിൽ ഈ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികളടക്കം പോലീസ് കടക്കുകയാണ്. ആ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ഇവിടെ നിന്ന് നേരെ മാനന്തവാടി ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുക. ഇവിടെ ഈ മേഖല, ഈ തോട്ടത്തിനകത്തു നിന്നുമാണ് അവരെ കണ്ടെത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കൃത്യമായ രീതിയിൽ തന്നെ പോലീസ് അവരെ പിടികൂടി നേരെ മാറ്റിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ കുട്ടിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല. പക്ഷേ വല്ലാത്തൊരു പകച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ആ കുട്ടിയെ സംബന്ധിച്ചുള്ളത്. കുട്ടി ആകെ മാനസികമായി വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു. ആ പിടികൂടിയ ശേഷം നേരെ ഇവിടെ നിന്നും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. എന്തായാലും ഇവിടെ നാട്ടുകാർ, അയൽവാസികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നമ്മോടൊപ്പം ചേരുകയാണ്. എന്തായാലും ഇതിന്റെ വീടിന്റെ പുറകിലുള്ള തോട്ടത്തിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവരൊക്കെ ഈ പരിസരത്ത് ഉണ്ടായിരുന്ന ആളുകളാണ്. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഇന്നലെ കുട്ടീനെ ഇതായി ഹസ്ബൻഡും അനിയനൊക്കെ പോയി. പിന്നെ കുട്ടീനെ കാണുന്നില്ല പറഞ്ഞിട്ട് രാവിലെ ഇവരുടെ തിരക്കിയപ്പോൾ കണ്ടില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഷെഡുണ്ട്, കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ ഷെഡുണ്ട്. അപ്പോൾ ഈ പണിക്കാരാണ് ഷെഡ് നോക്കാൻ പോയപ്പോൾ അതിൻ്റെ ഉള്ളിൽ വാതിൽ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഓട് പൊളിച്ച് നോക്കിയപ്പോഴാണ് കത്തിയുണ്ട്, കുട്ടിയുണ്ട്. അയാൾ പറഞ്ഞു പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പണിക്കാർ ഡോറ് ലോക്ക് ചെയ്തിട്ട് പോലീസിനെ വിളിക്കുകയായിരുന്നു. പിന്നെ ഹസ്ബൻഡും പോലീസുകാരും പോയി നോക്കിയപ്പോൾ കുട്ടി അതിൻ്റെ ഫുള്ള് നനഞ്ഞിട്ടുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ കൊടുത്തു കുട്ടിക്ക് മാറ്റാൻ വേണ്ടി. എന്തായാലും ഇതാണ് ഇവരുടെ വീടിന്റെ പുറകിലാണല്ലേ ഉള്ളിലുള്ള ഷെഡാ. ഇതിന്റെ ഈ റോഡ് അങ്ങ് വരെ പോണം. ഈ റോഡ് അങ്ങ് പോയാൽ ഫുള്ള് തോട്ടാ. പിന്നെ ഒരു ഷെഡ് ഇങ്ങനെ കാപ്പിക്കൊക്കെ കാവൽ നിൽക്കാൻ വേണ്ടി ഒരു ഷെഡേ ഉള്ളൂ. അപ്പോൾ ഈ തോട്ടം നോക്കുന്ന പണിക്കാരനാണ്, തിമ്മൻ എന്ന് പറഞ്ഞ ഒരു പണിക്കാരനാണ്. അപ്പോൾ അയാളാണ് രാവിലെ പോയിട്ട് കണ്ടത്. അതെ, നോക്കുന്ന ആളാണ്. ഈ കാപ്പിത്തോട്ടം നോക്കുന്ന ആളാണ് രാവിലെ കണ്ടത്. ഈ തോട്ടത്തിനകത്തൊരു ഷെഡുണ്ട്. ആ ഷെഡിനകത്തായിരുന്നു ഇവർ ഈ കുട്ടിയുമായി ഈ ദിലീഷ് എന്ന് പറയുന്ന ആൾ ഒളിച്ച് താമസിച്ചിരുന്നത്. ഏതാണ്ട് ഈ വീടിന്റെ അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അല്ലേ? കൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ മാത്രം ദൂരമാണ് ഉള്ളത്. അവിടെയാണിപ്പോൾ ഞാനുള്ളത്. എന്തായാലും ആ ഷെഡിനകത്ത് ഒളിച്ചിരിക്കുന്ന നിലയിലാണ്, മറഞ്ഞിരിക്കുന്ന നിലയിലാണ് ഇയാൾ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ വീട്ടുകാർ ഉൾപ്പെടെയുള്ളവർ കണ്ടതാണ്. അതായത് പിടികൂടി കൊണ്ടുവരുന്നത് ഇവിടുത്തെ ജോലിക്കാരനായിരുന്നു. ഇവിടെ ഈ തോട്ടം നോക്കുന്ന ജോലിക്കാരനായിരുന്നു. അവിടേക്ക് പോയ ഘട്ടത്തിൽ അവരെ കണ്ട ഉടൻ തന്നെ ഇവർ വാതിൽ പുറത്തുനിന്ന് അടച്ചു എന്നുള്ളതാണ് ഈ വീട്ടുകാരി കൂടിയായിട്ടുള്ള ആ ഒരു ചേച്ചി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൃത്യമായ രീതിയിൽ തന്നെ പോലീസിന്റെ ഇടപെടലുണ്ടായിരിക്കുന്നു. മണിക്കൂറുകൾക്കകം ഈ പ്രതി ആയിട്ടുള്ള ദിലീഷിനെയും ഒപ്പം തന്നെ ഈ പ്രവീണയുടെ ഇളയ കുട്ടിയെയും രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു. അവരെ പിടികൂടിയ ശേഷം അവരെ പുറത്തിറക്കിയ ശേഷം ഈ കുട്ടിയെ നേരെ മാറ്റുന്നത് ഇവിടേക്കാണ്. അതായത് എന്തായാലും കുറച്ച് ദൂരം പിന്നിട്ടാൽ ആ ഷെഡ് ഉണ്ടാകും. നമുക്ക് ആ ഷെഡ് വരെ ഒന്ന് പോകണം എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. കാരണം ഇവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഈ തൊട്ടടുത്ത്, അതായത് ഈ റോഡിന്റെ തൊട്ടടുത്താണ് ഈ കാപ്പിത്തോട്ടം ഉള്ളത്. ആ കാപ്പിത്തോട്ടത്തിലെ ഉള്ളിലുള്ള ഷെഡിലായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. അതായത് കൃത്യം നിർവഹിച്ചത് ഇന്നലെ വൈകിട്ട് 7 മണിയോട് കൂടിയാണ്. ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്താണ് വാസ്തവം എന്നുള്ള കാര്യങ്ങളിൽ അത് പോലീസ് അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. കാരണം ഇവർ പുറം ലോകവുമായി അധികം ബന്ധമില്ലാത്ത ആളുകളാണ് എന്നുള്ളത് ഈ അയൽവാസികൾ അടക്കമുള്ള ആളുകളെല്ലാം തന്നെ പറയുന്നുണ്ട്. അയൽവാസികൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ പറയുന്നുണ്ട്. അവർ അധികം ആരോടും സംസാരിക്കാറില്ല. ഈ കുട്ടികൾ പക്ഷേ ഇവിടുത്തെ സ്കൂളുകളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല 1 വർഷത്തോളമായിട്ടുള്ള ഇവർ തൊട്ടടുത്ത്, അതായത് ഈ ഒരു കാപ്പിത്തോട്ടത്തിന് നടുക്കാണ് ഈ കൃത്യം നടന്നിട്ടുള്ള വീട്. ആ വീട്ടിൽ ഏതാണ്ട് 1 വർഷം ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇവർ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ആരുമായി ബന്ധമില്ല. എടയോർക്കുന്ന് സ്വദേശിയാണ് ഈ മരിച്ച പ്രവീണ. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു. ഒപ്പം കഴിഞ്ഞിരുന്ന ആളാണ് ദിലീഷ് എന്ന് പറയുന്ന ആൾ. ഇവർക്ക് അതായത് പ്രവീണയ്ക്ക് 2 മക്കളുണ്ട്. ആ മക്കളാണ് അഭിനയും അനർഘയും. അതിൽ അനർഘ മൂത്ത കുട്ടിയാണ്. ആ മൂത്ത കുട്ടിയുടെ ചെവിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, വെട്ടേറ്റിട്ടുണ്ട്. ആ കുട്ടിയെ നേരെ മാനന്തവാടി
ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിരിക്കുകയാണ്. ഈ കാപ്പിത്തോട്ടം, അതായത് ഇതൊരു കാപ്പിത്തോട്ടമാണ്. ഈ കൃത്യം നടത്തിയ ശേഷം ഇളയ കുട്ടി അഭിനയുമായി ഇയാൾ ദിലീഷ് ഈ തോട്ടത്തിലേക്ക് വരികയായിരുന്നു. ഈ തോട്ടത്തിലേക്ക് വന്ന് അതിനുശേഷം നേരെ ഈ ഷെഡിൽ മറഞ്ഞിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ കാടടച്ച പരിശോധനയാണ് നടക്കുന്നത്. ആ വലിയ പരിശോധന, ആ പരിശോധനയ്ക്കൊടുവിൽ ഇപ്പോൾ പ്രതിയെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കാരണം മണിക്കൂറുകളായി പോലീസ് ഇതിൻ്റെ പിന്നാലെയായിരുന്നു. ഇന്നലെ രാത്രിയിലും തെരച്ചിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ തെരച്ചിൽ തുടരുന്ന ഘട്ടത്തിൽ പോലും കണ്ടെത്താൻ വേണ്ടി കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. എന്തായാലും ആ ഷെഡിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. എവിടെയാണ് ഇവർ മറഞ്ഞിരുന്ന ഷെഡ് എന്നത് കണ്ടെത്താൻ അവിടേക്ക്, ആ പ്രദേശത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്. മാനന്തവാടിയിൽ നിന്ന് കാണാതായ 9 വയസ്സുകാരി കണ്ടെത്തി എന്നുള്ള വാർത്തയാണ് സുർജിത്ത് റിപ്പോർട്ട് ചെയ്തത്.